Hi all, myself Safwana from BSc Zoology. My topic is test tube babies. Test tube babies are those babies which produced by in vitro fertilization. In vitro fertilization എന്ന് പറയുന്നത് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജിയിൽ പെട്ട ഒരു പ്രോസസ്സാണ്. ഈ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാവുന്ന ബേബീസിനെയാണ് നമ്മൾ ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സിന് പറയുന്ന മറ്റൊരു പേരാണ് ടെസ്റ്റ് ട്യൂബ് ബേബി പ്രോഗ്രാം. The first attempt of in vitro fertilization of human egg was reported in 1942, but it was only in 1978 that the first IVF baby or test tube baby was born. This successful attempt of in vitro fertilization was done by Patrick Steptoe. The first test tube baby thus born was named Louis Brown. അപ്പോൾ ഫസ്റ്റ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ നടത്തിയത് പാട്രിക് സ്റ്റെപ്റ്റോ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. ഇതിൽ നിന്ന് ഫോം ചെയ്ത ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബിനെയാണ് നമ്മൾ ലൂയിസ് ബ്രൗൺ എന്ന് പറയുന്നത്. ലെറ്റ്സ് സ്റ്റഡി വാട്ട് ടെസ്റ്റ് ട്യൂബ് ബേബീസ് ഇൻ ഡീറ്റെയിൽ. ചൈൽഡ് പ്രൊഡ്യൂസ്ഡ് ബൈ ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ ടെക്നിക് ഈസ് നോൺ ആസ് ടെസ്റ്റ് ട്യൂബ് ബേബി. നമ്മൾ പറഞ്ഞു ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഉണ്ടാകുന്ന ചൈൽഡിനെയാണ് ടെസ്റ്റ് ട്യൂബ് ബേബി എന്ന് പറയുന്നത്. IVF is a process by which egg cells are fertilized by sperm outside the body. In vitro, IVF is a major treatment in infertility when other methods of assisted reproductive technology have failed. അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. അതെല്ലാം ഫെയിലാണെങ്കിൽ നമുക്ക് സ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തേഡാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ. അതായത് ബോഡിക്ക് പുറത്ത് വെച്ചിട്ട് ഓവം ആൻഡ് സ്പേം ഒരു വുമണിൽ നിന്നും ഒരു ഓവം കളക്ട് ചെയ്യും, അതുപോലെ തന്നെ ഒരു മെന്നിൽ നിന്നും സ്പേം കളക്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് ഇൻ വിട്രോ അതായത് ലബോറട്ടറി കണ്ടീഷനിൽ ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഫോം ചെയ്ത് ഈ സൈഗോട്ടിനെ വുമൺ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. The process involves hormonally controlling the ovulatory process, removing ova from the woman's ovaries and letting sperm fertilize them in a fluid medium. The fertilized egg is then transferred to the patient's uterus with the intent to establish a successful pregnancy. അപ്പോൾ ഈ പ്രോസസ്സ് വഴി ഉണ്ടായ സൈഗോട്ട് ഓർ എംബ്രിയോനെ വുമൺ യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ആണ് ഒരു സക്സസ്ഫുൾ പ്രഗ്നൻസി വഴി ബേബി ഫോം ചെയ്യുന്നത്. ദിസ് ടെക്നിക് വാസ് ഫസ്റ്റ് ഡിവൈസ്ഡ് ബൈ ബ്രിട്ടീഷ് ഫിസിഷ്യൻ പാട്രിക് സ്റ്റെപ്റ്റോ. അത് നമ്മൾ പറഞ്ഞു, പാട്രിക് സ്റ്റെപ്റ്റോ ആണ് ആദ്യമായിട്ട് ഇങ്ങനെയുള്ള ഈ ടെക്നിക്ക് ചെയ്തത്. The term in vitro from the Latin root meaning in glass is used because early biological experiments involving the cultivation of tissues outside the living organism from which they came were carried out in glass containers such as beakers, test tubes or petri dishes. ഇപ്പോൾ ഇൻ വിട്രോ എന്ന് പറയുന്നത് അത് ഗ്ലാസ്സിലാണ് ഈ എക്സ്പെരിമെൻറ്റ്സ് ചെയ്യുന്നത്. ടെസ്റ്റ് ട്യൂബ്സ്, ബീക്കേഴ്സ് ഓർ പെട്രി ഡിഷസിലാണ് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതിനെ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് നമ്മൾ പറയുന്നത്. Today the term in vitro is used to refer any biological procedure that is performed outside the organism. It would normally be occurring in distinguished from in vivo procedure. In vivo എന്ന് പറയുന്നത് ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ നിന്നും ഡിസ്റ്റിങ്വിഷ് ഇൻ വൈവോയുടെ ഓപ്പോസിറ്റ് ആണ് എന്ത് ഇൻ വിട്രോ. However, in vitro fertilization is usually performed in shallower containers, petri dishes. Petri dishesiലും in vitro fertilization നടത്തുന്നുണ്ട്. Though everybody thinks that the embryo is cultured within a test tube and it develops into young body. But in reality, a time spent by fertilized egg inside a test tube is not more than 3 to 5 days, which is only about 1.5% of the total gestational period. Then implications ആണ്. ടെസ്റ്റ് ട്യൂബ് ബേബീസിൻ്റെ ഇംപ്ലിക്കേഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഇംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ടെസ്റ്റ് ട്യൂബ് ബേബീസിൻ്റെ യൂസ്ഫുൾ ആൻഡ് ഹാംഫുൾ എഫക്ട്സ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സിൻസ് ദ ബർത്ത് ഓഫ് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി എ വെറൈറ്റി ഓഫ് ടെക്നിക്കൽ ഇംപ്രൂവ്മെൻറ്റ് ഹാവ് മെയ്ഡ് IVF എസ് എ സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് ഫോർ ഇൻഫെർട്ടിലിറ്റി. അപ്പോൾ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഉണ്ടാക്കിയപ്പോൾ ഇത് ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റിന് ഒരു ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡായിട്ട് മാറി. IVF എന്ന് പറയുന്നത് ഒരു സ്യൂട്ടബിൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ് ആയിട്ട് മാറുന്നത് ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് ബേബി ഫോം ചെയ്തത് പോയാണ്.
ദിസ് ടെക്നിക് ഹാസ് അലൗഡ് തൗസൻഡ്സ് ഓഫ് അതർവൈസ് ഇൻഫെർട്ടൈൽ കപ്പിൾ ടു ഹാവ് ചിൽഡ്രൻ. അപ്പോൾ കുട്ടികളില്ലാത്ത ഒരുപാട് കപ്പിൾസിന്, ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർക്ക് ഇതുവഴി കുട്ടികൾ ഉണ്ടായി. വൺ ഓഫ് ദി പ്രാക്ടിക്കൽ പ്രോബ്ലംസ് ഫേസിങ് IVF ആൻഡ് ഇറ്റ്സ് ലോ സക്സസ് റേറ്റ്. അതായത് IVFൻ്റെ ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സക്സസ് റേറ്റ്, സർവൈവ് ചെയ്യുന്ന റേറ്റ് കുറവാണ്. അപ്ലിക്കേഷൻ ഓഫ് ദിസ് ടെക്നിക് ഇൻ ഹ്യൂമൻ ബീങ് ഇൻവോൾവ് ഹൈ ഫിനാൻഷ്യൽ കോസ്റ്റ്. അതുപോലെ തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ കോസ്റ്റും വേണ്ടുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് IVF. Further, the technique is suitable only for women with blocked oviducts who comprise only 20% of all cases infertility in women. അപ്പോൾ IVF ചെയ്യുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ഈ വുമൺസ്, അതായത് ഒവിഡക്റ്റ് ബ്ലോക്ക് ആയിട്ടുള്ള വുമൺസിലാണ് നമ്മൾ IVF മെയിനായിട്ട് ചെയ്യുന്നത്. In addition to the direct impact on treatment of infertility, IVF offers new opportunities for diagnosis and prevention of genetic disease. ഇപ്പോൾ ജെനറ്റിക് ഡിസീസിൻ്റെ പ്രിവെൻഷനും ഡയഗ്നോസിസിനും വേണ്ടിയിട്ട് IVF എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. ഏർലി എംബ്രിയോണിക് സെൽസ് ക്യാൻ ബി ഐസൊലേറ്റഡ് ഫ്രം ദി എംബ്രിയോസ് ഡെവലപ്പിംഗ് ഇൻ വിട്രോ. നമുക്ക് ഈ ഡെവലപ്പ് ചെയ്യുന്ന എംബ്രിയോസിൽ നിന്ന് എംബ്രിയോണിക് സെൽസ് നമുക്ക് ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഐസൊലേറ്റഡ് സെൽസ് വഴി നമുക്ക് ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് ഓർ ജീൻ മ്യൂട്ടേഷൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. It is then possible to select only the embryos without genetic അതുവഴി ഈ ജെനറ്റിക് അബ്നോർമാലിറ്റീസ് ഒന്നും ഇല്ലാത്ത എംബ്രിയോനെ നമുക്ക് സെലക്ട് ചെയ്യാം. Thus, IVF combined with other methods become useful to couple carrying genes for genetic disease. Then നെഗറ്റീവ് ഇംപ്ലിക്കേഷൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, the negative implications of IVF and ET embryo transfer involve ethical and social issues follow the IVF technique. For example, if a surrogate mother is employed for bearing the pregnancy of an in vitro fertilized embryo, legal problem may arise later the parenthood of the child. അതായത് ഒരു സറോഗേറ്റ് മദറാണ് ഈ എംബ്രിയോ, ഒരു സറോഗേറ്റ് മദറിലാണ് നമ്മൾ ഈ എംബ്രിയോസ് ഫിക്സ് ആക്കുന്നുണ്ടെങ്കിൽ ലേറ്റർ ഇത് ചൈൽഡിൻ്റെ പാരൻറ്ഹുഡ് ഡിഡക്ഷന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. Parenthood of the child may also be challenged in the event of a sperm donor staking claim for the same. ഇപ്പോൾ ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്താണെന്ന് നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. ടെസ്റ്റ് ട്യൂബ് ബേബീസ് എന്ന് പറയുന്നത് ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ വഴി ഫോം ചെയ്യുന്ന ബേബീസാണ്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ബോഡിയുടെ പുറത്ത് വെച്ച് ഒരു ഓവം ഡോണറിൽ നിന്നും ഓവം കളക്ട് ചെയ്യുക ആൻഡ് സ്പേം ഡോണറിൽ നിന്നും സ്പേം കളക്ട് ചെയ്തിട്ട് രണ്ടും ഫ്യൂസ് ചെയ്ത് എംബ്രിയോ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, ഇറ്റ്സ് ഓൾ. താങ്ക് യു.